നമുക്ക് നഗരങ്ങൾ ഉപേക്ഷിച്ച് വനത്തിൽ പോയി രാപ്പാർക്കാം. അങ്ങോട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇതാണ് കാലടി പ്ലാന്റേഷൻ. ഇവിടെ ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 10 രൂപ വന്നോളൂ. ഇവിടെ ആനയുണ്ട്, പുലിയുണ്ട്, മാനുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കാലത്ത് 6 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഉള്ളൂ. അതിനുള്ളിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം കിടന്നോളണം. എഗെയിൻ ഈ തൊഴിലുറപ്പേച്ചിമാർ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് കുറേ നേരം കഴിഞ്ഞ് വന്നപ്പോൾ പായ വെച്ച് കിടന്നുറങ്ങായിരുന്നു. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ട പോണ്ട. ഇവിടെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. മ്യൂസിക് ആകാം കുറച്ച്. ഇത് പൈനാപ്പിൾ തോട്ടാണ്. എന്താ ഭംഗി നോക്കിയേ. ഫെൻസിങ് വെച്ചിട്ടുണ്ട് ആനയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മലയും ഇതിൻ്റെ താഴ്വാരത്താണ്. പശുക്കൾ ബ്ലോക്കായി നിൽക്കുകയാണ്. ഇമാര് വഴിമുടക്കികളാവോ. പൈനാപ്പിൾ കൊണ്ട് പോണു. ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. കാടിന് നടുക്കൊരു സ്കൂള്. എന്താ ബ്യൂട്ടി, വിഷ്വൽ ബ്യൂട്ടി. ആ ഗ്രൗണ്ട് നോക്കി, എന്താ ഭംഗി, അടിപൊളിയുണ്ട്. ആ ഗ്രൗണ്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് കാട്ടിത്തരാട്ടാ. ആഹാ, നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട്. ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയല്ലേ നോക്കി. ട്രോപ്പിക്കൽ. ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. പ്രകൃതിയോട് മെർജ് ചെയ്ത് നിൽക്കുന്നുണ്ട. മരങ്ങളൊക്കെ വളർന്നിരിക്കുന്നുണ്ട. എന്താ ബ്യൂട്ടി. ഇതാണ് എണ്ണപ്പന. ഈ കുരു പിഴിഞ്ഞാണ് എണ്ണ എടുക്കുന്നത്. ഇതാണ് അതിൻ്റെ കായ. ഇതെന്തോ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. റബ്ബർ ഷീറ്റിൻ്റെ സ്മെല്ലുണ്ട്. ഇത് ആലോചിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരന് ഓർമ്മയുണ്ട്. അവൻ വട്ടച്ചെലവ് നടത്തിയത് റബ്ബർ ഷീറ്റൊക്കെ വിറ്റിട്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന. ഇവിടെ വേറൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചുതരാവേ. ആഹാ, ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ കിടിലൻ സ്ട്രക്ചർ. പൂർണ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നണം. വേറെ ഇങ്ങനത്തെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചുപോയി. വേരൊക്കെ വന്ന് നശിച്ചുപോയി. കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കണത്. ഇപ്പോൾ വന്നാലാണ് ഇങ്ങനത്തെ ഈ ബിൽഡിംഗ് കാണാൻ പറ്റുള്ളൂ. ഇതിലും സ്ട്രക്ചറാണ്. പള്ളിയൊക്കെ ബാക്ക് സൈഡ് മല. ഇവിടെ ഒരു നേഴ്സറി ഉണ്ട് കേട്ടോ. എനിക്കിവിടെ വെച്ചൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടാ. ആളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ വിശേഷം പറഞ്ഞപ്പോൾ ആള് ഭയങ്കര കമ്പനിയായി. പിന്നെ എൻ്റെ ഒപ്പം കൂടി. ആള് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഞാൻ തലയിൽ തിരുമ്മിയൊക്കെ കൊടുത്ത ആൾക്ക്. ആള് കമ്പനിയാണ്. ഇവിടെ ഉള്ള ആൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. ദാഹിക്കേണ്ട ആൾക്കാർ വെള്ളം കുടിച്ച്. പിന്നെ ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ പുള്ളി ഏറ്റെടുത്തു. ഞങ്ങളുടെ ഒപ്പം ആള്. വന്യജീവികളെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടോട്ടാ കാണിക്കണ്ട, അല്ലാണ്ട് കാണാത്തോണ്ടല്ല. പിന്നെ ഞങ്ങൾ പോയിപ്പോൾ റംബൂട്ടാനും മാംഗോസിനൊക്കെ. അത് അപ്പം തന്നെ ചേട്ടൻ പറക്കി പ്ലാസ്റ്റിക് കവറിലാക്കി വീട്ടിലേക്ക് സാധനം സെറ്റ് ചെയ്തു. കലക്കാൻ സാധനം കേട്ടോ. പിന്നെ അവനൊരു വട കഴിച്ചു, ഞാനൊരു സമോസയും കഴിച്ചു. പിന്നെ ഒരു സ്ട്രോങ് ചായ, നല്ല ചായയായിരുന്നു കേട്ടോ. പിന്നെ ശുചിത്വ ഗ്രാമം സുന്ദര ഗ്രാമം. ഇതിൻ്റെ അടിയിൽ തന്നെ പ്ലാസ്റ്റിക് കവർ വന്നിട്ടുണ്ട്. അത് ആ ബോക്സിലേക്ക് എടുത്ത് വെക്കാൻ പോലുള്ള ക്ഷമയില്ല ആൾക്കാർക്ക്. വലിച്ചു വാരിടാണ്.